അങ്ങനെ ഒരാഴ്ചത്തെ വർക്ക് ലൈഫിനൊക്കെ ശേഷം നമ്മൾ ഒരു വീക്കെൻഡ് ഗെറ്റവയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേവറേറ്റ് ലൊക്കേഷനായ വാഗമണിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ കമ്പാനിയനായിട്ടുള്ളത് ഹോണ്ടയുടെ എലിവേറ്റ് എന്ന് പറയുന്ന ഈ SUV ആണ്. പിന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ആ ഒരു വസന്തത്തെ എടുത്ത് കാണിക്കുന്ന വളരെ ബ്രൈറ്റ് റെഡ് ഷെയ്ഡിലുള്ള ഈ ഒരു വാഹനം അല്ലെങ്കിൽ വർക്കിൻ്റെ പ്രഷറിൽ നിന്ന് വരുമ്പോഴേക്കും അത് മാറി ഒരു വസന്തകാലത്തെ സൂചിപ്പിക്കുന്ന ഒരു ഫീലാണ് ഇപ്പം മൊത്തത്തിൽ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ. 2 ദിവസത്തെ പരിപാടിക്ക് 20 ദിവസത്തെ ലഗേജുമായിട്ട് വന്നേക്കോ അവൻ. എൻ്റെ പൊന്നടാവ്, ആ വണ്ടിക്കകത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. 450 ലിറ്ററിൻ്റെ മേളിൽ ബൂട്ട് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ എൻ്റെ അകത്ത് നീ വിറച്ചോണ്ടിരിക്കുന്നേ. ഇവിടെ വന്ന തണുപ്പല്ലേ? അകത്ത് കയറിയിരിക്കേ. അവൻ വിറച്ചോണ്ടിരിക്കുകയാണ്. അപ്പം അവനെ കൊണ്ട് നമുക്കൊരു ഡ്രൈവ് പോവാം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിച്ചോണ്ട് പോകാം. എന്റെ പൊന്നടാവേ, നീ ഇങ്ങനെ വിറയ്ക്കാതെ നിനക്ക് ഞാൻ ചൂടാക്കി തരാം. നല്ല അടിപൊളി ക്ലൈമറ്റ് കൺട്രോൾ ആയതിൽ വരുന്നത്. തണുപ്പിക്കാനും അതുപോലെ തന്നെ ഇച്ചിരി ചൂടാക്കി വെക്കാനും ഒക്കെ സെറ്റാണ്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തൊരു ഭാഗവും കംഫർട്ടിലേക്കാണ്. അത് നോക്കിയാൽ തന്നെ അറിയാം. കാരണം വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ വളരെ മിനിമലിസ്റ്റിക് ആണ്. അതോടൊപ്പം തന്നെ ക്ലാസിക് ആണ്. ഈ വാഗമണിൽ ഇപ്പൊ നമ്മൾ ഈ വളവും തിരിവും എല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് സീറ്റ് ബെൽറ്റ് ഇടുക. സീറ്റിൽ ഇങ്ങനെ വളവെടുക്കുമ്പോ മെയിൻ ആയിട്ടുള്ള ഇതാണല്ലോ ഈ സൈഡിലോട്ട് ആഡിയോ അല്ലേ. അങ്ങനെ ഒന്നുമില്ല. സൈഡിലോട്ട് പോയാലും നമുക്ക് ആ ഒരു സപ്പോർട്ട് ചെയ്ത് നിപ്പുണ്ട്. പിന്നെ തൈ സപ്പോർട്ട്, നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. ഡെഫിനറ്റ്ലി. കട്ടൻ കിട്ടിയപ്പോഴേക്കാ മുഖത്ത് സന്തോഷം. പിന്നെ നിനക്ക് രാവിലെ തൊട്ട് സന്തോഷം ഉണ്ടല്ലോ. നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, കോടമഞ്ഞ്, സ്പ്രിംഗ് സീസണ്, പിന്നെ ഇഷ്ടപ്പെട്ട വണ്ടി. ഇയാൾക്ക് മോശമൊന്നും അല്ലായിരുന്നല്ലോ. ഈ തണുപ്പ് സാധനമൊക്കെ ആദ്യം രാവിലെ ഉണ്ടായിരുന്നു. വണ്ടി കയറിയപ്പോൾ വേറെ പ്രശ്നം അല്ല. പക്ഷെ വണ്ടിയെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉള്ളതുകൊണ്ട് നീ നിന്റെ സൈഡിലോട്ടിരുന്നു, ഞാൻ എൻ്റെ സൈഡിൽ ചൂടൊക്കെ അടിച്ച് നല്ല സുഖമായിട്ട് ചാരിയിരുന്നു. ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഹോണ്ടയുടെ iVTEC 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. അതിൻ്റെ കൂടെ തന്നെ CVT ഗിയർ ബോക്സ്. ഇതിൽ വേറെ ആരെന്തലപ്തിക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? ഞാൻ അകത്തിരുന്ന് കുറേ നേരം ഓടിച്ചല്ലേ. ഇനിയിപ്പം അഴകിനെ ഞാൻ ഓടിക്കാം. ആയിക്കോട്ടെ. എനിക്ക് ഈ പാഡിൽ ഷിഫ്റ്റ് ആ ഒരു 1.5 iVTEC എഞ്ചിൻ നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് പാഡിൽ ഷിഫ്റ്ററോടെ കിട്ടിക്കഴിഞ്ഞപ്പോ ആ 119 bhp 145 Nm ടോർക്ക്. അതുപോലെ അല്ലേ ഡൗൺ ഹില്ലൊക്കെ ഇറങ്ങുമ്പോഴേക്ക് പാഡ് ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ല കാര്യം. കാരണം ഇറക്കമൊക്കെ വിട്ട് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. അത് ഈ വളവ് തിരിക്കുന്ന വയസ്സ് നീ പറഞ്ഞപ്പോഴാണ് ഈ
സ്റ്റിയറിംഗിന്റെ റെസ്പോൺസ് ഭയങ്കര ബട്ടർ സ്മൂത്താണ്. ഒന്നും പേടിക്കേണ്ട മുതലാളി, ഏത് വളവ് വേണമെങ്കിലും വളച്ചോ, അല്ലെങ്കിൽ പെട്ടെന്ന് വളയ്ക്കണോ പെട്ടെന്ന് തിരിക്കണോ എല്ലാത്തിനും ഞാൻ റെഡിയാണെന്നുള്ള ഇത്. കോട്ടയത്തെത്തി. എന്നാ ഞാൻ കുറച്ചേരം മുതലാളി കളിക്കാം. ഡ്രൈവർ വണ്ടി എടുക്കൂ. ബാക്കി ഓർഡർ ചെയ്യുന്ന സാധനം കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഇവിടെ ചേക്കാറാം. പലകാലേ അപ്പൊ നിനക്ക് ബീച്ച് ബീച്ച് അടിപൊളി. കോട്ടയം വിടുന്നതിന് മുമ്പ് മിക്കവാറും മഴ പെയ്യുന്നാ തോന്നുന്നേ. നീ ഇത് കണ്ടോ? നല്ല മൂടി കിടപ്പുണ്ട്. കോട്ടയത്തെത്താണ് ഇഷ്ടപ്പെട്ട ക്ലൈമറ്റ് അത്. പിന്നെ എന്നാ മഴ പെയ്തെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഇപ്പൊ പോകുന്ന വഴിക്ക് ചടയെന്നായിരിക്കും ഇപ്പൊ മഴയൊക്കെ പെയ്യുന്നത്. അങ്ങനെ മഴ പെയ്താൽ പോലും ഉണ്ടല്ലോ എന്നെ ഉച്ചയിൽ വീഴാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് അടുത്തേക്ക്. പക്ഷെ എലിവേറ്റില് നമ്മൾ പോകുന്ന വഴിക്ക് ടമാർ പടായിട്ട് ഹേറ്റെന്ന് പറഞ്ഞത് അറ്റ മഴയാണ്. തുള്ളിക്കൊരുകുടം മഴ പെയ്താൽ പോലും ഒരു പ്രശ്നമില്ല. നല്ല അടിപൊളി വൈപ്പേഴ്സാണ് ഇതിരുന്നത്. അതോടൊപ്പം തന്നെ വൈപ്പർ ഇടുമ്പോൾ വൈപ്പറുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പും ഇതിൽ വരുന്നുണ്ട്. കാരണം വൈപ്പർ എപ്പോൾ ഓണാകുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഹെഡ് ലാമ്പുകളും അതിൻ്റെ കൂടെ തന്നെ ഓണാകുന്നുണ്ട്. സോ അതൊരു അടിപൊളി ഫീച്ചറാണ്. വേറൊരു കാര്യം ഞാൻ എടുത്ത് പറയാനുള്ളത് എൻ്റെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സ് ആണ്. അത്യാവശ്യം ദൃശ്യപരത അല്ലെങ്കിൽ നമ്മുടെ വിസിബിലിറ്റി ഒന്ന് കുറഞ്ഞു കിടക്കുന്ന ഒരു ഏരിയ വരുവാണെങ്കിൽ, ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഏരിയ വരുവാണെങ്കിൽ, ഒരു എന്നാ പറയുന്നത് ഇരുണ്ട ഒരു പാർക്കിങ്ങിലോട്ട് വരുവാണെങ്കിലും ഒക്കെ. അതെ, ഇപ്പം നമ്മളിപ്പോ നീ പറഞ്ഞ പോലെ പാർക്കിങ്ങിലോട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ടണലിലോട്ടോ എല്ലാം കയറുവാകുമ്പോ പെട്ടെന്ന് ലൈറ്റ് അങ്ങ് ഓണാവും. അങ്ങനെ നമ്മൾ ഇങ്ങനെ ആലപ്പുഴയിലോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളവൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ ഉറങ്ങുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൊതിയൊക്കെ തോന്നും. നമ്മുടെ കോ ഡ്രൈവറൊക്കെ ഇങ്ങനെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോഴാണ് നമുക്ക് ഉറങ്ങാനൊക്കെ തോന്നുന്നത്. പക്ഷെ പുതിയ വാഹനങ്ങൾ കൂടുതലും സേഫ്റ്റിക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതിൽ തന്നെ പ്രത്യേകിച്ച് ഈ ഡ്രൈവർ അസിസ്റ്റീവ് ടെക്നോളജീസ്. ഈ ഹോണ്ട എലിവേറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ ഡ്രൈവർ അസിസ്റ്റീവ് ടെക്നോളജീസിന് കമ്പനി നൽകിയിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഹോണ്ട സെൻസിങ് എന്നാണ്. ഈ ഹോണ്ട സെൻസിങ് വളരെ ഇൻ്റലിജൻറ്റും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സേഫ്റ്റി എൻഹാൻസ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എയർ ബാഗ്, ABS, EBD, അങ്ങനെ എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. ഒന്ന് കണ്ണടച്ച് വന്നപ്പോഴേക്ക് കോട്ടയത്ത് നിന്ന് ആലപ്പുഴ എത്തി. പിന്നെ അല്ലേ, അതിന് സാറിന് സുഖമല്ലായിരുന്നോ? AC ഒക്കെ ഇട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയില്ലേ? അത് എനിക്ക് മാത്രം, നിനക്ക് സുഖമൊക്കെ തന്നെ അല്ലായിരുന്നോ? പാഡിൽ ഷിഫ്റ്റർ ഉണ്ട്, നീണ്ടു പറഞ്ഞ നേരെ കിടക്കുന്ന AC റോഡ് ഉണ്ട്, അടിപൊളിയായിട്ടാ പോകുന്നത്. പിന്നെ അല്ലേ, എന്താ സുഖം, അങ്ങോട്ട് കൊളുത്തി വിടുകല്ലായിരുന്നോ? സത്യമാ, ഒന്നും അറിഞ്ഞില്ല, എത്തി. നല്ല രസമുണ്ടായിരുന്നു. അല്ല, ഇങ്ങോട്ട് ചവിട്ടുപറ്റി പോന്നപ്പോഴേക്ക് എങ്ങനെയാ അധികരണോ? ഏടാ, ഒന്നും പേടിക്കാനില്ല. 15
15 കിലോമീറ്റർ സ്റ്റഡിയിലേക്ക് വടി. പിന്നെ അവിടുന്ന് ഈ തണുപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഒരു ലോഡ് ലിസ്റ്റ് ആയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. എല്ലാ ഇടവഴികളിലൂടെയും എനിക്ക് എലിവേറ്റ് ഒന്ന് പായിക്കണം. അതെ അതിന്റെ അഹങ്കാരല്ല, അതിന്റെ കോൺഫിഡൻസ്, അതാണ് എലിവേറ്റ്. അതെ, ഈ ഇടവഴികളും പല വഴികളും എല്ലാം കൂടെ കുറെ നേരം കിട്ടാ. എടാ, ഈ ആലപ്പുഴ എന്ന് പറയുന്ന ഒരു ബീച്ച് കൊണ്ട് ഒതുങ്ങുന്നതല്ല. അവിടെ വേറെ കുറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരു ആക്ടിവിറ്റീസിലോട്ടാണ് ഞാനിപ്പൊ നിന്നെ കൊണ്ടുവന്നത്. എന്ത്? കയാക്കിങ്. പോടാ, വെള്ളത്തിലേക്ക് ഞാനില്ല. എന്നാ വേണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ഞാനിരുന്ന് തുഴയുന്നത് നീ ഒന്ന് വന്ന് കാണും. അതൊക്കെ കേട്ടോ. മോന്റെ ഇറക്കണ്ട. കാണുന്നു. സന്തോഷായില്ലേ? അയ്യോ, മനസ്സ് നിറഞ്ഞു. ചൂടും പേലും ഒക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബീച്ചിൽ കൂടെ ഉള്ള ഓട്ടവും വെള്ളത്തിൽ കൂടെ കടലും ആയിട്ടുള്ള പരിപാടികൾ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇപ്പൊ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അയ്യോ, ട്രിപ്പ് ഇത്ര അടിപൊളിയാക്കാൻ കാരണം ദേ ഈ കിടക്കുന്ന മുതല. തീർച്ചയായും, ഇല്ലെങ്കിൽ വളരെ മടുപ്പായി പോയേനെ. സത്യം. അപ്പം ഈ ഒരു ട്രിപ്പിലൂടെ നമ്മുടെ ഹോണ്ട എലിവേറ്റ് എത്രത്തോളം വേഴ്സറ്റൈൽ ആണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. മനസ്സിലായിട്ട് ഉറപ്പായിട്ടും. കാരണം വെച്ചാല് നമ്മളെവിടെയാണ് തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയത് അങ്ങ് വാഗമണില് ഹിൽ ടോപ്പിൽ തുടങ്ങി ഇങ്ങോട്ട് താഴ്വര ഇറങ്ങി വന്നു. കോട്ടയത്ത് നഗരത്തിൽ കൂടെ എല്ലാം ഓടി കറങ്ങി, അത് കഴിഞ്ഞൊരു ജങ്കാരം പിടിച്ച് അതും കടന്ന് നമ്മളിതേ ആലപ്പുഴയിൽ ബീച്ചിലെത്തിരിക്കുകയാണ്. എന്നെ ഒന്ന് കടല് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ കടലും കാണിച്ചു കൊടുത്തിരിക്കുക. സോ അങ്ങനെ എല്ലാവർക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ ഏതൊരാൾക്ക്, ഏതൊരു പ്രായത്തിലുള്ളവർക്കും പ്രായഭേദമന്യേ, ഇപ്പം യുവാക്കളാവാം, അല്പം മുതിർന്നവരാവാം, സീനിയർ സിറ്റിസൺസ് ആവാം, അങ്ങനെ എല്ലാവർക്കും ഉള്ള എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ഹോണ്ട എലിവേറ്റിൽ. സോ ഡെഫിനറ്റ്ലി ഈ ഒരു കാറ് വർത്ത് ബൈയിങ് ആണ്. തീർച്ചയായും.